തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1981 SSLC ബാച്ച് ബട്ടർഫ്ലൈസ് അനുശോചന യോഗം സംഘടിപ്പിച്ചു. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1981 SSLC ബാച്ച് ബട്ടർഫ്ലൈസ് അനുശോചന യോഗം സംഘടിപ്പിച്ചു. തങ്ങളുടെ സഹപാഠിയായിരുന്ന ചിറ്റാരിക്കാൽ മണ്ഡപം സ്വദേശി ആന്റണി മലയപ്പറമ്പിലിന്റെ നിര്യാണത്തിലാണ് അനുശോചന യോഗം ചേർന്നത്. ചിറ്റാരിക്കാൽ 25 ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ബട്ടർഫ്ലൈസ് കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി AC സക്രിയാസ് അധ്യക്ഷത വഹിച്ചു. 2024 നമ്മൾ ബട്ടർഫ്ലൈസ് ഫോം ചെയ്ത അന്ന് മുതലാണ് ആന്റണിയെ അറിയും എങ്കിൽ പോലും ആന്റണിയായിട്ടൊരു വലിയ ബന്ധം അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പലരുമായിട്ടുള്ള ബന്ധം ഈ ബട്ടർഫ്ലൈസ് ഫോം ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഗാഢമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ അറിയുമെങ്കിൽ പോലും നമ്മൾ SSLC ഒരു ബാച്ച് ആയിരുന്നു എന്ന് പോലും നമുക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഒരു വലിയ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു ആന്റണി എന്നുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് ആന്റണിയായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് ആരംഭിച്ചതിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പുള്ളി വരികയും എല്ലാ എക്സിക്യൂട്ടീവിലും ഒരെണ്ണം ഒഴികെ അത് പുള്ളി വൈഫിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയപ്പോൾ മാത്രം പുള്ളിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള എല്ലാ എക്സിക്യൂട്ടീവിലും കൃത്യമായിട്ട് വരികയും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആന്റണി. പ്രസിഡന്റ് ജെസി ടോം അനുശോചന പ്രഭാഷണം നടത്തി. ഒരു 4-5 മാസത്തിന്റെ ക്യാമ്പിൽ തന്നെ 3 മരണമാണ് വീട്ടിൽ നടന്നത്. ഒന്ന് അമ്മയുടെ മരണം, ഒന്ന് പെങ്ങളുടെ മരണം, ഒന്ന് കുഞ്ഞുമാൻ്റെ മരണം. അങ്ങനെ 3 മരണങ്ങളെ കുടുംബത്തിൽ നടന്നു. നമുക്കറിയാം വേർപാട് വളരെ വേദനാജനകമാണ്. അതേപോലെ തന്നെ നമ്മൾ രോഗബാധിതനായി കിടക്കുകയോ അസുഖമൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കും ഈ മനുഷ്യന് ശാന്തി കൊടുക്കണമെന്ന്. ദിവസം കുഞ്ഞുമാൻ പോകുന്നവരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പോകാൻ ഒട്ടുമേ മനസ്സിലായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഞാൻ വരാം, 3 മാസം കഴിഞ്ഞ് നിന്നെ കൂട്ടി ഇങ്ങോട്ട് പോരാന്ന് ജോലിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഞാൻ ജോലി നിർബന്ധം പിടിച്ചു, ഇല്ല പോകാൻ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് ജോലിയുടെ നിർബന്ധത്തിന് പറഞ്ഞിട്ടാണ് കുഞ്ഞുമാൻ ജോലിയുടെ കൂടെ തന്നെ പോയത്. അവിടെ ചെന്ന് അത്യാവശ്യം എല്ലാ വിശേഷങ്ങളൊക്കെ ജോലി എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ഒരു ദിവസം ജോലി എന്നെ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഞാൻ രാത്രി മെസ്സേജ് അയച്ച് പറഞ്ഞു എനിക്ക് തിരക്കാടി, ഞാൻ 2 ദിവസം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് യോഗകാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വേണ്ടിയായിരുന്നു. ഇവർ ഇത്രയും ഒരു സീരിയസ് ആണ് നമ്മൾ ഒരിക്കൽ പോലും കരുതിയില്ല. പിന്നെ ആരോടും പറയണ്ടായ എന്നും പറഞ്ഞിരുന്നു. കുഞ്ഞുമാനെ ഇങ്ങനെ അസുഖമായി കഴിയുമ്പോൾ കുഞ്ഞുമാനെ എറണാകുളത്ത് കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള തീരുമാനത്തിലായ ഒരു കുടുംബക്കാരിരുന്നേ. അതിനുവേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ എല്ലാ ഇടപാട് എറണാകുളത്താക്കിയായിരുന്നു. മാത്യു ചാക്കോ, ഫാദർ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഷേർലി ജോഷി, ത്രേസ്യാമ്മ ഫിലിപ്പ് എന്നിവർ ചേർന്ന് എഴുതി തയ്യാറാക്കിയ അനുസ്മരണ ഗാനം അവർ തന്നെ ആലപിച്ചു. ഞങ്ങൾ നൽകട്ടെ അഞ്ജലി പ്രിയ സോദരാ, ഓർമ്മതൻ ജാലകം തുറന്നിടവേ ദീപ്തമാ സ്മരണതൻ പ്രഭാകിരണം മറയ്ക്കുവാനാകില്ല സ്നേഹ സൗഹാർദ്ദമ ശോഭിതം നിൻമുഖം പ്രിയ സോദരാ, എന്നെന്നും ഞങ്ങൾ തൻ ഹൃദയങ്ങളിൽ. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.